ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ടു റിയൽ ടോക്ക് ഇറ്റ് സുമിത്ത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് നമ്മുടെ ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് നിങ്ങൾ വീഡിയോ കാണണം. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തോ ആയിക്കോട്ടെ അത് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് മെൻഷൻ ചെയ്യാനും അതേപോലെ തന്നെ വീഡിയോയ്ക്ക് മാക്സിമം ലൈക്ക് ചെയ്യാനും ഈ വീഡിയോ കുറേ ആൾക്കാർക്ക് ഷെയർ ചെയ്ത് ഇൻഫർമേഷൻ എത്തിക്കാനും നിങ്ങൾ 100% ശ്രമിക്കണം. അപ്പോൾ എന്തായാലും കുറച്ച് ലൈക്കൊക്കെ ചെയ്യ്, എത്രയാണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വന്നിരിക്കുന്നത് സീഡിൻ്റെ പ്രൈസ് പ്രെഡിക്ഷനാണ്. ആൾറെഡി ഞാനൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനേക്കാളും എന്തായാലും ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഇത് ഫൈനൽ പ്രൈസ് പ്രെഡിക്ഷൻ ആണ്. ഇതിൽ നിങ്ങൾക്ക് എന്തായാലും ഇത് തന്നെയായിരിക്കും കിട്ടുക. പക്ഷേ ഇത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഡിസപ്പോയിൻമെൻ്റ് ഒക്കെ ഉണ്ടാവും. എന്തായാലും ക്ഷമിച്ചോ, ടെലിഗ്രാം പ്രൊജക്റ്റാണ്, ഇത്രത്തോളമൊക്കെയാണ് കിട്ടുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഓരോ പ്രൊജക്റ്റുകളും ചെയ്യാൻ. എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട് നമ്മൾ എന്താണ് ടെസ്റ്റ്നെറ്റിലേക്ക് മാറണം, ഇല്ലെങ്കിൽ ഡീപിൻ പ്രൊജക്റ്റിലേക്ക് മാറണം. എത്ര പറഞ്ഞിട്ടും ഞാൻ ഡീപിൻ പ്രൊജക്റ്റിൻ്റെയും ടെസ്റ്റ്നെറ്റിൻ്റെ വീഡിയോ ഒക്കെ ഇടുമ്പോൾ ആരും കാണാറില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വീഡിയോയിൽ പറഞ്ഞെന്ന് പറഞ്ഞാൽ അതെങ്കിലും കാണുമല്ലോ എന്ന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ആൾറെഡി സീഡിൻ്റെ അക്കൗണ്ടിലേക്ക് ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഉള്ളിലേക്ക് പോയിട്ട് നമ്മൾ ഇവിടെ എയർ ഡ്രോപ്പിൽ നിന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. എയർ ഡ്രോപ്പിൽ ക്ലിക്ക് ചെയ്യുന്ന പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം ടോക്കൺസ് ആണ് അവിടെ കിട്ടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. എനിക്കിവിടെ 378.5 സീ ടോക്കൺസ് ആണ് കിട്ടിയിട്ടുള്ളത്. എനിക്കിപ്പോൾ ഇവിടെ യൂട്യൂബ് ഉണ്ട്, എനിക്ക് റെഫറൽ ഉണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഉണ്ടായിട്ടും എനിക്ക് 378 ടോക്കൺസ് ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിൻ്റെ ലിസ്റ്റിംഗ് ഡേറ്റ് എപ്പോഴാണെന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ നേരെ എയർ ഡ്രോപ്പ് സെഷനിലേക്ക് വരിക. ഇവിടെ ബൈ മിസ്റ്ററി ബോക്സ് എന്നതിലൂടെ 187 മണിക്കൂർ അവിടെ ഇപ്പോൾ കുറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. ഈ 187 മണിക്കൂർ എപ്പോഴാണ് കഴിയുക ചോദിച്ചു എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി 5-ാം തീയതി ആയിരിക്കും ഈ 187 മണിക്കൂർ കഴിയുക. അപ്പോൾ എൻ്റെ ഒരു ഇത് എപ്പോഴാണ് ലിസ്റ്റ് ആവാൻ പോകുന്നത് എന്ന് എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും ഫെബ്രുവരി 5-ാം തീയതി ആയിരിക്കാം, ഇല്ലെങ്കിൽ ഫെബ്രുവരി 5-ാം തീയതി കഴിഞ്ഞിട്ടായിരിക്കാം സീഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ലിസ്റ്റ് ആവാൻ പോകുന്നത്. എവിടേക്കാണ്, ഏതൊക്കെ എക്സ്ചേഞ്ചിലാണ് ലിസ്റ്റ് ആവാൻ പോകുന്നത് അത് അവർ ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് OKX ആണ്, അതേപോലെ തന്നെ ഒന്ന് ക്യൂകോയിനിലും ആയിരിക്കും നമ്മുടെ സീഡ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിൽ വരാം. ഇത് ബൈനാൻസിൽ വരുമോ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ ദൈവത്തിനറിയാം. ഇങ്ങനെയുള്ള ഒരുപാട് ടെലിഗ്രാം ചവർ പോലെയുള്ള പ്രൊജക്റ്റ് ഒന്നും ബൈനാൻസ് എടുക്കുന്നില്ല, അത് നിങ്ങൾക്ക് തന്നെ അറിയാം. അതുകൊണ്ട് മോസ്റ്റ്ലി വരാൻ ചാൻസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ തീർച്ചയായും ഒരു 50 ഇല്ലെങ്കിൽ ഒരു 50-40% മാത്രമാണ് ബൈനാൻസിലൊക്കെ വരാനുള്ളൊരു ചാൻസ് ഉള്ളൂ. ഇനി നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ പ്രൈസ് പ്രെഡിക്റ്റ് ചെയ്തത്, ആ കഴിഞ്ഞ വീഡിയോനേക്കാളും ഡിഫർ എന്താണെന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന മീമിഫൈ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് എല്ലാവർക്കും അറിയാലോ. മീമിഫൈ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് എത്രത്തോളം അതിൻ്റെ ഏത് നെറ്റ്വർക്കിലാണ് വന്നത് എന്ന് ചോദിച്ചാൽ SU നെറ്റ്വർക്കിലാണ്. അതുപോലെ തന്നെ സീഡ് ഏത് നെറ്റ്വർക്കിലാണ് വരാൻ പോകുന്നത്, SU നെറ്റ്വർക്കിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ബേസിലാണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ഈ ഒരു സീഡിൻ്റെ പ്രൈസ് പ്രെഡിക്ഷൻ നടത്താൻ പോകുന്നത്. അതിൽ കുറേ സിമിലാരിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മീമിഫൈ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം നമ്മൾ ഇവിടെ ഓപ്പൺ ചെയ്യുന്നത്. എന്താ കാര്യമെന്ന് പറഞ്ഞാൽ ഇത് SU നെറ്റ്വർക്കാണ്, അതുപോലെ തന്നെ സെയിം നമ്പർ ഓഫ് പ്ലെയേഴ്സാണ്. ആകെ വ്യത്യാസമുള്ളത് അവൻ്റെ ടോട്ടൽ ടോക്കൺ സപ്ലൈ മാത്രമാണ്, വേറെ ഒരു വ്യത്യാസം നമുക്കിവിടെ കാണുന്നില്ല. അപ്പോൾ മീമിഫൈക്ക് എത്രത്തോളം യൂസേഴ്സ് ഉണ്ടായിരുന്നു, 52 മില്യൺ യൂസേഴ്സാണ് നമ്മുടെ മീമിഫൈ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിന് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ സീഡ് എടുത്തു എന്ന് പറഞ്ഞാൽ എറൗണ്ട് ഒരു 60 മില്യൺ പ്ലെയേഴ്സ് തന്നെയാണ് ഉള്ളത്. അപ്പോൾ ആൾമോസ്റ്റ് നോക്കിയെന്ന് പറഞ്ഞാൽ രണ്ട് സെയിം തന്നെയല്ലേ. അപ്പോൾ അതേപോലെ തന്നെ ഇതിൽ വേറെ ആക്റ്റീവ് യൂസേഴ്സ് അതൊന്നും നിങ്ങൾ നോക്കണ്ട, മില്യൺ പ്ലെയേഴ്സ് മാത്രം നോക്കിയാൽ മതി. എലിജിബിൾ ആയിട്ടുള്ള യൂസേഴ്സ് ഇവിടെ സീഡ്സിൽ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, അതെന്ന് നോക്കിയാലും അപ്പോൾ നമുക്കൊരു 52 മില്യൺ കറക്റ്റ് തന്നെ ആയിരിക്കും. 8 മില്യൺ ഇന്നെലിജിബിൾ ആയാൽ പോലും 52 മില്യൺ എന്നുള്ളൊരു രീതിയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മീമിഫൈവിൻ്റെ എത്രത്തോളം മാർക്കറ്റ് ക്യാപ്പിലാണ് ഇത് ലോഞ്ച് ആയത് എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ 20 മില്യൺ മാർക്കറ്റ് ക്യാപ്പിലാണ് നമ്മുടെ മീമിഫൈ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് ലോഞ്ച് ആയത്. അപ്പോൾ അതേ ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സീഡിന് എത്രത്തോളം വാല്യൂ കിട്ടാൻ പറ്റും എന്ന് അറിയാൻ പറ്റും. ആകെ ഇവിടെ ഒരു ഡിഫറൻസ് ഞാൻ പറഞ്ഞു, ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നു. എന്താ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ടോക്കൺ സപ്ലൈ ആണ്. നമ്മുടെ മീമിഫൈയിൽ എത്രയായിരുന്നു ടോക്കൺ സപ്ലൈ എന്ന് പറഞ്ഞാൽ 10 ബില്യൺ ആയിരുന്നു. പക്ഷേ സീഡ് എടുത്തു എന്ന് പറഞ്ഞാൽ നമുക്ക് ടോട്ടൽ സപ്ലൈ എന്ന് പറയുന്നത് 1 ബില്യൺ ആണ്. അപ്പോൾ രണ്ടും ഒരു ഏകദേശം കണക്കാണ്. കുറച്ച് കാലങ്ങൾക്ക് മുമ്പാണല്ലോ മീമിഫൈ വന്നത്, അത് കഴിഞ്ഞിട്ടാണല്ലോ സീഡ് വന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു വാല്യൂയും ഇപ്പോൾ ഒരു സ്ട്രാറ്റജിയൊക്കെ ഉപയോഗിച്ച് നോക്കിയെന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെയാണ്. അതേപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ എനിക്കിവിടെ 378 ടോക്കൺസ് കിട്ടിയിട്ടുണ്ട്. അന്ന് ഞാൻ മീമിഫൈയിൽ കളിക്കുമ്പോൾ എനിക്ക് കിട്ടിയത് 400 സംതിങ് ടോക്കൺസ് ആണ്. അപ്പോൾ ഇവിടെ സീഡിൽ പൈസ ഇട്ട ആൾക്കാർക്കും ഇല്ലെങ്കിൽ അവൻ്റെ NFT ഹോൾഡ് ചെയ്ത ആൾക്കാർക്കും 1000 to 2000 ടോക്കൺസ് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മീമിഫൈയിൽ ഇത് എന്താണ് പർച്ചേസ് അതിൻ്റെ ഒരു എന്തായാലും പറയുക, അതിൻ്റെ ഒരു ഗിഫ്റ്റ് ബോക്സും അതേപോലെയുള്ള കാർഡും ഇതൊക്കെ പർച്ചേസ് ചെയ്ത ആൾക്കാർക്ക് അപ്പോൾ 1000 സംതിങ് ടോക്കൺസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് സിമിലാരിറ്റി മനസ്സിലായില്ലേ, അത് തന്നെയാണ് ഇവിടെയും നടക്കാൻ പോകുന്നത്. 20 മില്യൺ മാർക്കറ്റ് ക്യാപ്പിലായിരിക്കും നമ്മുടെ സീഡ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് ഇവിടെ ലിസ്റ്റ് ആവാൻ പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ എന്താണ് കണക്കാക്കേണ്ടത്, 20 മില്യൺ മാർക്കറ്റ് ക്യാപ്പിൽ 1 ബില്യൺ സപ്ലൈ വെച്ചിട്ട് എത്രത്തോളം ഒരു ടോക്കണ് പ്രൈസ് വരും എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ 0.02 പെർ ടോക്കൺ ആണ്, ഡോളേഴ്സ് ആണ്. 0.02 ഡോളേഴ്സ് ആയിരിക്കും നമ്മുടെ സീഡ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് നമുക്ക് തരാൻ പോകുന്ന പ്രൈസ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇത് തന്നെ ആയിരിക്കും. നിങ്ങൾക്കിപ്പോൾ ഒരുപാട് ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടാവണം. എന്താണെന്ന് പറഞ്ഞാൽ ടെലിഗ്രാമിൽ നിങ്ങൾക്ക് അത്രയൊക്കെയാണ് കിട്ടുള്ളൂ എന്ന് നിങ്ങൾ ഇനിയും മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങളെ ഞാൻ എന്താണ് പറയേണ്ടത്. എൻ്റെ
സബ്സ്ക്രൈബറോട് ഓരോ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട് ടെലിഗ്രാമിൽ നിന്ന് എത്രത്തോളം കിട്ടുള്ളൂ. ടെലിഗ്രാം പ്രൊജക്റ്റുകളെ പറ്റി നമ്മൾ പറയുന്നത് അത് ഒരുപാട് യൂസേഴ്സ് ഉണ്ട്, കുറേ യൂസേഴ്സ് ഉണ്ട്. അപ്പോൾ ആ യൂസേഴ്സ് ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്റ്റിന് ഇത്രത്തോളം എല്ലാം തരാൻ പറ്റുള്ളൂ നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് നിങ്ങളുടെ കുഴപ്പം തന്നെയാണ്, എൻ്റെ കുഴപ്പമൊന്നുമല്ല. അപ്പോൾ എന്നെ വന്ന് തെറി വിളിക്കാനൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ ഇതിനേക്കാളും ഒരു പ്രൈസൊക്കെ നല്ല പ്രൈസ് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല ഭാഗ്യം, എല്ലാവർക്കും നല്ല പ്രൈസ് കിട്ടട്ടെ. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നുണ്ട്, നമ്മൊരു സിനാരിയോ എടുക്കുകയാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ എന്തായാലും 20 മില്യൺ എന്നാണ് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ഇത് എങ്ങാനും എക്സംപയർ പോലെയോ അതേപോലെ തന്നെ വേറെ കുറേ പ്രൊജക്റ്റ് പോലെ ഒരു 100 മില്യൺ മാർക്കറ്റ് ക്യാപ്പിൽ ഇത് ലിസ്റ്റ് ആവുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു പ്രൈസ് കിട്ടില്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും കിട്ടും. 0.10 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രീതിയിലായിരിക്കും നമുക്ക് ആ ഒരു ഡോളറിലായിരിക്കും നമുക്ക് കിട്ടാൻ പോവുക. അപ്പോൾ ഈ ഒരു പ്രൈസൊക്കെ വരും, മേ ബി വരാമെന്നുള്ളൂ. നമ്മൾ കുറേ ട്രേഡ് ചെയ്യുമ്പോഴും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ കോയിൻ ലോഞ്ച് ആയ ശേഷം 0.10 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡോളറിലേക്ക് എത്താം. നമ്മുടെ മീമി 5 0.002 നിന്ന് 0.1 എന്ന് പറഞ്ഞിട്ടുള്ള പ്രൈസിലേക്ക് ഇന്ന് എത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഈ ഒരു പ്രൊജക്റ്റും മേ ബി എത്താമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ അത് SUI നെറ്റ്വർക്കിലായതുകൊണ്ട് മാത്രം, അല്ലാതെ ഈ ഒരു പ്രൊജക്റ്റ് വർത്താണ് അതാണ് ഇതൊന്നുമില്ല. നമ്മളെപ്പോലുള്ള ആൾക്കാർ ട്രേഡ് ചെയ്ത് ഇത് ടോട്ടൽ ട്രേഡിംഗ് വോളിയം ഒക്കെ കൂട്ടി അങ്ങനെ എത്തുകയാണെങ്കിൽ മാത്രം എന്താണ് ഇതിൽ വരാനുള്ളൊരു ചാൻസ് മാത്രമാണ് ഉള്ളൂ. വെറും 620 മില്യൺ ടോക്കൺസ് ആയിരിക്കും നമുക്ക് സപ്ലൈ ആയിട്ട് തന്നിട്ടുള്ളത്. അതിൽ ഇത്രത്തോളം ടോക്കൺസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ പ്രൈസ് മനസ്സിലായി, $0.02 ആണ് നമ്മുടെ ഒരു ടോക്കൺ പ്രൈസ്. അപ്പോൾ നിങ്ങൾ താഴെ വന്നിട്ട് എന്താണ് പറയേണ്ടത്, നിങ്ങൾക്ക് എത്രത്തോളം ടോക്കൺസ് ആണ് ഉള്ളത് എന്നാണ് നിങ്ങൾ പറയേണ്ടത്. ഞാനിവിടെ കണക്കാക്കുന്നുണ്ട് 378 ഇൻറ്റു എന്താണ് 0.02 എന്ന് പറയുമ്പോൾ എനിക്ക് ആകെ കിട്ടാൻ പോകുന്ന ഒരു പ്രൈസ് എന്ന് പറഞ്ഞാൽ $8 ആണ്. അപ്പോൾ ഇത് മാത്രമാണ് എനിക്ക് കിട്ടുള്ളൂ എന്നാണ് എൻ്റെ ഒരു നിഗമനം. നിങ്ങൾക്ക് ഇതിൽ നിന്ന് കൂടുതൽ കിട്ടിയെന്ന് പറഞ്ഞാൽ എന്തായാലും കിട്ടട്ടെ. മേ ബി 0.02 എബോ വന്നു പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ എന്തായാലും പ്രോഫിറ്റ് കിട്ടും. നല്ല രീതിയിലൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ ഇട്ട പൈസയെങ്കിലും നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എത്രത്തോളം ടോക്കൺസ് ഉണ്ടോ അത് താഴെ വന്ന് മെൻഷൻ ചെയ്യുക. എനിക്ക് വലിയൊരു വിശ്വാസമൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട് സീഡ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിൽ നിന്ന്. നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇപ്പോഴും നിങ്ങൾ ആ ഇതിലാണ് നിൽക്കുന്നത്, ഞങ്ങളുടെ സീഡ് ഞങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് തരും എന്നുള്ളൊരു ഇതിലാണ് നിൽക്കുന്നത് പറഞ്ഞാൽ നിങ്ങൾ എന്നെ കുറച്ച് തെറി വിളിച്ചു, എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാനിങ്ങനെ എന്താണ് എനിക്ക് മനസ്സിലായ കാര്യമാണ് എനിക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. എന്തായാലും 0.02 ആയിരിക്കും എൻ്റെ ഒരു പ്രൈസ് പ്രഡിക്ഷൻ എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങളുടെ പോയിന്റ്സ് വന്നിട്ട് ഇല്ലെങ്കിൽ ടോക്കൺസ് വന്നിട്ട് താഴെ വന്ന് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം പ്രോഫിറ്റ് ആണ് കിട്ടുക. ഇപ്പോൾ ഞാനിവിടെ കാണിച്ചു തരികയാണ്. ഒരു മോസ്റ്റ്ലി ഇപ്പോൾ കുറേ ആൾക്കാർക്ക് 100 സംതിങ് ഒക്കെയാണ് ഉള്ളത്. ഒരു 105 ഇൻറ്റു 0.02 എന്ന് കൊടുക്കുമെന്ന് പറഞ്ഞാൽ അവിടെ $2 മാത്രമാണ് നമുക്ക് കിട്ടുന്നുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയുന്നില്ല. $2. അതല്ലാതെ ഇനിയിതിപ്പോൾ നല്ല പ്രൈസ് അങ്ങോട്ട് കയറി ഞാൻ 378 ഇൻറ്റു 0.1 തന്നെ 100 മില്യൺ മാർക്കറ്റ് ക്യാപ്പിൽ വന്നു എന്ന് പറഞ്ഞാൽ തന്നെ ഒരു $37 എങ്കിലും നമുക്ക് കിട്ടാം. പക്ഷെ 100 മില്യൺ മാർക്കറ്റ് ക്യാപ്പ് ഒന്നും റീസെൻ്റ്ലി എടുത്തിട്ടുള്ള പ്രൊജക്റ്റിൽ എടുത്ത് നോക്കി എന്ന് പറഞ്ഞാൽ ഒരു പ്രൊജക്റ്റും നമുക്ക് തന്നിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അത്രത്തോളം പ്രൈസൊക്കെയാണ് കിട്ടുള്ളൂ. ഇതിൽ വല്ല സോലാന നെറ്റ്വർക്കോ അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ തന്നെ അവർ കുറേ ഫണ്ട് ഇട്ടുകൊണ്ട് അപ്പോൾ തന്നെ വിഡ്രോ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് കിട്ടിയേനെ. പക്ഷേ ഇത് SU നെറ്റ്വർക്ക് ആയത് കാരണം ഇതൊരു ചെറിയൊരു സ്റ്റേബിൾ നെറ്റ്വർക്ക് തന്നെയാണ്. അപ്പോൾ നമുക്കിതിൽ കൂടുതലായിട്ട് പ്രൈസ് കിട്ടുമെന്ന് ചോദിച്ചാൽ ഈ ഒരു ലെവലിലൊക്കെയാണ് പ്രൈസ് കിട്ടുള്ളൂ. ഞാനിവിടെ പറഞ്ഞു തരാൻ പോകുന്നത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ 0.02 വെച്ചിട്ട് മാത്രമാണ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞു തരുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ടോക്കൺസ് എത്രയാണെന്ന് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് മെൻഷൻ ചെയ്യുക. മെൻഷൻ ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ എത്രത്തോളം ഡോളേഴ്സാണ് കിട്ടുക എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ പെട്ടെന്നായിട്ടുള്ള അപ്ഡേറ്റുകളിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ടെലിഗ്രാം ചാനലിലും കൂടി ജോയിൻ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ലൂട്ട്സിലും നിങ്ങൾ ജോയിൻ ചെയ്യാതിരിക്കരുത്. ഇപ്പം തന്നെ കുറേ ആൾക്കാർക്ക് പ്രൈസ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഞാനത് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത്. നിങ്ങൾക്ക് ഓരോ ആൾക്കാർ പുതിയ ആൾക്കാർ വീഡിയോ കാണുമ്പോൾ ഇതിനെപ്പറ്റി കാണുന്നു, അപ്പോൾ അതിനെപ്പറ്റി കയറുന്നു, അപ്പോൾ ഒരാൾക്ക് പൈസ കിട്ടുന്നു, പൈസ കിട്ടുമ്പോൾ അത് വേറെ ആൾക്ക് ഷെയർ ചെയ്യുമ്പോൾ അവർക്കും പൈസ കിട്ടുന്നു. അങ്ങനെ ഒരു സംഭവം തന്നെയാണ്. ഇതെല്ലാവരോടും ഇപ്പോൾ ചെയ്തിട്ട് നിങ്ങൾക്ക് അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വല്ല ഫാൾട്ട് തന്നെയായിരിക്കും. നിങ്ങൾ ആ പ്രോസസ്സ് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാനിവിടെ ആൾറെഡി ഇട്ടിട്ടുണ്ട് $171 ഏഞ്ചൽ വണ്ടി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എയർടെൽ പേയ്മെൻറ്റ് ബാങ്കിൻ്റെ $100 ഒരു ലൂട്ട് ഇട്ടിട്ടുണ്ട്. $125 വെബ്സൈറ്റ് ഇട്ടിട്ടുണ്ട്. ഈ $125 വെബ്സൈറ്റ് നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടുമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും പെട്ടെന്ന് കിട്ടില്ല. 24 മണിക്കൂറൊക്കെ ആയിട്ടാണ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. അപ്സ്റ്റോക്സ് എന്ന് പറയുന്നത് അപ്പം തന്നെ കിട്ടും. നിങ്ങളുടെ അപ്സ്റ്റോക്സിൻ്റെ അക്കൗണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾ ഇതിലൊന്ന് കയറി കഴിഞ്ഞിട്ട് നിങ്ങൾ അവിടെ ഒരു UPI ID കൊടുക്കുക. നിങ്ങളുടെ UPI ID എവിടെ നിന്നാണ് കിട്ടുക, നമ്മുടെ ഗൂഗിൾ പേ ഒക്കെ എടുത്തെന്ന് പറഞ്ഞാൽ അവിടെ UPI ID കിട്ടും. ആ UPI ID ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനിയിപ്പോൾ ഇതൊന്നും വല്ല വെബ്സൈറ്റിലാണോ നിങ്ങൾ കൊടുക്കുന്നത് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും ഡൗട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോയിലും ഇതും കൂടി ഇപ്പോൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്.
പോകുന്നത്, ഇങ്ങനെ എവിടെ നിന്നാണ് കിട്ടുക എന്താണ് കാണിക്കുകയാണ്. നേരെ ഞാൻ ഇവിടെ ഗൂഗിൾ പേ വന്നിട്ടുണ്ട്, അതിൽ പ്രൊഫൈൽ സെക്ഷനിൽ വന്നിട്ടുണ്ട്. ഞാൻ എന്നിട്ട് ഇവിടെ ഇവരുടെ UPI ID അവിടെ നിന്ന് താഴെ കോപ്പി ചെയ്തിട്ടുണ്ട്. കോപ്പി ചെയ്തിട്ട് നേരെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ വന്നിട്ട് എൻ്റർ യുവർ UPI ID എന്നുള്ള ഇവിടെ പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് സബ്മിറ്റ് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇത് എവിടേക്കാണ് പോവുക, പ്ലേ സ്റ്റോറിലേക്കാണ് പോവുക, അല്ലാതെ ഏതൊരു വെബ്സൈറ്റിക്ക് അങ്ങനെയുള്ള ഒരു കാര്യത്തിലൊന്നും ഇത് പോവില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ കയറിയിട്ട് ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇതിലൊരു KYC കംപ്ലീറ്റ് ചെയ്തിട്ട് ഇതിലൊരു അക്കൗണ്ട് എടുത്തു എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ₹1 നിങ്ങൾക്ക് ട്രാക്കിംഗ് എന്ന് പറഞ്ഞിട്ട് കയറും. അത് കയറി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ അത് കയറിയില്ലെങ്കിലും നിങ്ങൾക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്ത് അക്കൗണ്ട് എടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ₹100 ഇൻസ്റ്റൻ്റ് ആയിട്ട് നിങ്ങളുടെ എവിടെ കയറും, ഗൂഗിൾ പേയിൽ കയറും. ഞാൻ ഇതൊക്കെ വെറുതെ ആണോ പറയുന്നത്, നിങ്ങൾക്കിത് തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് പൈസ കയറാണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ വന്ന് ഇങ്ങനെ പറയുമോ എനിക്ക് പൈസ കിട്ടാണ്ട്. അപ്പോൾ എനിക്കിവിടെ ₹160 ഇന്നലെ കയറിയിട്ടുണ്ട്, ഇന്ന് രാവിലെ ₹160 കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാഷ് ഫ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞും അതേപോലെ തന്നെ ബൾക്ക് പേ എന്ന് പറഞ്ഞിരുന്നാണ് കയറുക. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എനിക്ക് ₹100 എന്ന് പറഞ്ഞിട്ട് 3 പ്രാവശ്യം കയറിയിട്ടുണ്ട്, 300 400. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ലിങ്കൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ ടെലിഗ്രാം ചാനലിൽ കയറിക്കും. ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് തരാം. നമ്മുടെ ടെലിഗ്രാം ചാനലും അവൈലബിൾ ആണ്. അപ്പോൾ ഇതിലൊക്കെ കയറുക. നിങ്ങളുടെ ടോക്കൺസ് എത്രയാണെന്ന് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് പറയുക. അതേപോലെ തന്നെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയ നിങ്ങളുടെ വീഡിയോകൾ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്ന ഓരോ വീഡിയോകളും ഞാൻ ചെയ്യുന്നതാണ്. ഇപ്പോൾ എനിക്ക് വലിയ പണിയൊന്നുമില്ല, പണിയൊക്കെ പോയി. അപ്പോൾ അത് കാരണം വീഡിയോസാണ് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പെട്ടെന്ന് ഓരോരോ വീഡിയോകൾ ഇടുന്നത്. ഇനി ഒരുപാട് വലുതാക്കൂല. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.